ഈ കലോത്സവം പൊടിപൊടിക്കുന്നതിനിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഒരു ചേട്ടൻ ചോദിക്കുന്നു, ഞാൻ മിമിക്രി ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും അവസരം കിട്ടുമോ എന്നുള്ള. കാരണം കലയുടെ ഉത്സവം എല്ലാവർക്കും പുതിയ കൗമാരക്കാർക്ക് അവസരമാണെങ്കിൽ ഇതുപോലെ പ്രായം ഏറെ കഴിഞ്ഞ മനുഷ്യർക്ക് ചിലപ്പോൾ വേദികൾ ചുരുക്കമായിരിക്കും. അത്തരം ഒരാൾക്ക് ഇവിടെ കേരള വിഷൻ ന്യൂസിന്റെ വേദിയിൽ അവസരം നൽകുകയാണ്. ചേട്ടാ, എന്താ പേരെന്താ? മുരുകേശൻ, കഞ്ചിക്കോടാണ്, പാലക്കാട് കഞ്ചിക്കോട്. ഇന്നലെ വൈകിട്ട് വന്നാണ്, ടൈലർ കട അടച്ചിട്ട് വന്നിരിക്കുകയാണ്. ഈ ആവേശം കൊണ്ട് വന്നാണ്, ചെറുപ്പം തൊട്ട് തോന്നി നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു ആവേശം, ഇത് നാളേക്ക് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല, ചെയ്യാനും പറ്റില്ല, ഒരു ആവേശമാണ്. മിമിക്രി ചെയ്യുന്നതാണ് ചേട്ടൻ പറഞ്ഞ് അല്ലേ? പ്രധാനമായി എങ്ങനെയാ, താരങ്ങളുടെ ആണോ? അല്ല, കാര്യങ്ങളില്ല, മിമിക്രി പക്ഷികളുടെയും ട്രെയിന്, അങ്ങനെ പഴയ നല്ല രസം. കുളക്കോഴിയൊക്കെ നാട്ടിൽ, കുളക്കോഴി, കോഴി മുട്ടയിടാൻ വരുന്നത്, മുട്ടയിട്ട് പോകുന്നത്, അത് അറിയിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ചേട്ടൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ പ്രേക്ഷകരെ? യെസ്. അപ്പോൾ എന്തായാലും മുരുകൻ ചേട്ടൻ്റെ ആ ഒരു പ്രകടനം തുടങ്ങി. ഞാൻ ആദ്യമായി ഒരു കുളക്കോഴിനെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുന്നിൽ, കണ്ടു രസിച്ചോളൂ. അടുത്തതായി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നാടൻ കോഴിക്കുഞ്ഞ് മുട്ടയിടാൻ വരികയാണ്. അതെങ്ങനെയാന്ന് നോക്കാം. ആദ്യം ഉണർന്നറിയിക്കുകയാണ്. അതിനുശേഷം മുട്ടയിട്ടിട്ട് ഓണറെ കൊണ്ട് എടുത്തു വയ്ക്കാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മിഠായി വാങ്ങിച്ചു കൊടുക്കും. ഈ പൂവനും കോഴിയാണ് ഇതിന് കാരണക്കാരൻ. അപ്പോൾ അതിന് മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കടക്കാരൻ കഴിഞ്ഞിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ കോഴി സന്തോഷം ചെറുകടിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങളുടെ കഞ്ചിക്കോടൻ എൻ്റെ വീട്, അവിടെ വാളയാറിന്ന് ഒലവക്കോട് ഭാഗത്തൊരു ട്രെയിൻ, പഴയ കാലത്ത് ട്രെയിൻ പോവുകയാണ് സുഹൃത്തുക്കളെ, എല്ലാവരും ശ്രദ്ധിക്കണേ. ആ സമയത്ത് ഒരു ചെറിയ നായ്ക്കുട്ടീൻ്റെ കാലിൽ ആരോ അറിയാതെ ചവിട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ വേദന കൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഈ സമയത്താണ് നമ്മുടെ കലാപം പണിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ ചാലക്കുടി മുത്ത് ആ വഴിക്ക് വരികയാണ്. അദ്ദേഹം ഒരു നാടൻ പാട്ട് പാടുകയാണ്. അയാൾ പ്രേമിക്കുന്ന പെണ്ണിനെ പറ്റി പാടുകയാണ്. ഓടേണ്ട ഓടേണ്ട മോളെ ഓടിത്തളരേണ്ട, നിന്നുടെ ഓമന പൂമുഖം വാടിത്തളരേണ്ട, നെഞ്ചത്തടിക്കേണ്ട പെണ്ണെ ഏങ്ങിക്കരയേണ്ട, നിന്നുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരാടേ. ഇത് കേട്ടപ്പോൾ ആ പെണ്ണ് മറുപടി പറയാണ്, ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ടാറിട്ട റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളും ചീമക്കൊന്ന, പച്ചരി ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്കായി ഉണ്ണാനായി വന്നോളേട്ടോ, പുഞ്ചവരമ്പത്ത് പാമ്പിൻ്റെ പൊത്തുണ്ട്, സൂക്ഷിച്ച് വന്നോളൂ പൊന്നു ചേട്ട, ഒരു കുപ്പി മണ്ണെണ്ണ കത്തി തീരും, ഒരു പണ്ടാര തള്ളയ്ക്കുറക്കമില്ല, ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട. ഈ സമയത്താണ് നമ്മുടെ പാലക്കാട്ടിലത്തെ നല്ലേപ്പുള്ളി നാരായണൻ സാർ പൊറോട്ടം കളി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പൊറോട്ടം കളി പഴയ ഒരു കലാരൂപമാണ്, അത് ഇന്ന് മൺമറഞ്ഞിരിക്കുന്നത്. പക്ഷേ നല്ലേപ്പുള്ളി നാരായണൻ സാർ പാലക്കാടിലെ നല്ലേപ്പുള്ളി ഭാഗത്താണ്. അദ്ദേഹം മൺമറഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്, അയാളുടെ ഒരു സൗണ്ടാണ്.
എന്താടി കല്യാണിയേ എടി അടി പോവിയേ ഇത് എന്താണ്ടി ഇത് നീ അന്ന് കാണുമ്പോ കന്നിമാങ്ങ പോലെ ഉണ്ടായിരുന്നു ഇത് എന്താണ്ടി ഇതിപ്പോ അടി എവിടത്തെ അരിയാണ് നീ കഴിക്കണത് എവിടെ എനിക്ക് മുന്നും പിന്നും ഒന്നും തിരിച്ചറിയാം അതൊക്കെ പോട്ടെ നീ ഒരു പാട്ട് പാടി തരുവോ എന്താന്ന് നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും എന്നെ കാണുമ്പോൾ ആയിരുന്നു പറയണോ നിങ്ങൾ എന്തോ മനുഷ്യനാണെന്ന് അത് മൃഗമോ എടിയേ മൃഗം പറയണ്ട ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ പാടിത്തരാന്ന് ഇത് എന്തറപ്പം അത് തലമുറയാ എടേ തലമുറ എന്നെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട തലമുറയാ പറയാതെ പാടിത്തരാന്ന് ആരീരി പാടത്തു ഞാൻ ആടുമേക്കാൻ പോയേ പോലിലെ ലല്ലീലേ ലല്ലിലും ആടുമേക്കും പിള്ളേരെന്നെ ആട്ടിമുടിക്ക് എന്ന് പോലിലെ ലല്ലീലേ ലല്ലിലും കന്നുമേക്കും പിള്ളേരെന്നെ കല്ലേറ് വിട്ട് പോലിലെ ലല്ലീലേ ലല്ലിലും പോത്തുമേക്കും പിള്ളേരെന്നെ പൊത്തി പിടിച്ച് 10-16 പിള്ളേർ കൂടിയിട്ട് തകരാറാക്കി എന്ന് അടി ഭാവി 10-16 പിള്ളേരുടെ ഇടയിൽ നീ എന്തിനാടി പോയത് നിനക്ക് ഒറ്റയ്ക്ക് പോയി കൂടെ ആടുമേക്കാനും ആടുമേക്കും ഊണില്ലെങ്കിൽ ചിങ്ങമാസത്തിൽ എന്താണ് തിരുവോണോ ആണുങ്ങളല്ലാത്ത പെണ്ണിന് എന്താണ് കൊരുകീണോ ആണുങ്ങളെ വില വയ്ക്കാത്ത പെണ്ണ് മക കൊണ്ടി അവസാനം അവൾക്കുള്ളത് കണ്ട മാലമുണ്ടി എന്തായാലും വളരെ നന്നായി പ്രകടനം കാഴ്ചിച്ചു അല്ലേ ഒരു നല്ല നിറഞ്ഞ കൈയടി കാരണം ഇവർക്കൊന്നും വലിയ അവസരങ്ങളില്ല എന്തായാലും പേര് ഒരിക്കൽ കൂടി എൻ്റെ പേര് കഞ്ചിക്കോൾ മുക്രോണി മുരുകേശൻ. ആ അപ്പോൾ എന്തായാലും ചേട്ടൻ വളരെ കലക്കി ഗംഭീരമായിട്ടുണ്ട് ഇതുപോലുള്ള ആളുകൾ നമ്മൾ ഒരുപക്ഷെ കഴിവുണ്ടായിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആളുകൾ കൂടിയുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ കേരള വിഷൻ ന്യൂസ് ഒരുക്കുന്നത്.